ഇപ്പോൾ ബിനോയ് വിശ്വം പിണറായി വിജയനെ കാണാൻ AKG സെന്ററിലേക്ക് പോകുന്നു എന്നാണ് പുതിയ അപ്ഡേറ്റ്. എന്ന് വെച്ചാൽ ഈ കാര്യത്തിലൊരു സമവായത്തിന്റെ സാധ്യതയിലേക്ക് പോവുകയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അവരുടെ കൺസേൺസ് റൈസ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയില്ല. എന്തായാലും ബിനോയ് വിശ്വം പിണറായി വിജയനെ കാണാനായി എത്തുകയാണ്. സിജോ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. സിജോ വിജോൺ, എന്തിനാണ് ഇപ്പോൾ ബിനോയ് വിശ്വം വീണ്ടും പിണറായി വിജയനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്? അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ AKG സെന്റർ ഉണ്ടെങ്കിൽ അവിടെ കൂടിക്കാഴ്ച നടത്താമെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് വരികയാണ്. CPIയുടെ നേതൃയോഗത്തിന് ശേഷം അവൈലബിൾ നേതൃയോഗത്തിന് ശേഷമാണ് അദ്ദേഹം അവിടേക്ക് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സമവായത്തിന്റെ പോയിന്റ് അറിയിക്കാൻ ഇനിയിപ്പോൾ അതിനപ്പുറം പോയാലൊരു അവിടെ നിന്ന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ എന്താണ് എന്നറിയില്ല. എന്തായാലും ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് വരുന്നു. പിണറായി വിജയനെ കണ്ട് പാർട്ടി പൊസിഷൻ അറിയിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. സിജോ, ബിനോയ് വിശ്വം വരുന്നത് കോംപ്രമൈസ് ഫൈനലാക്കാനാണോ? തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് ബിനോയ് വിശ്വം. അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ മന്ത്രി K രാജനും കൂടി പങ്കെടുക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ദീർഘമായ ചർച്ചകൾ തന്നെ നടന്നിട്ടുണ്ട്. ഇത് ഒരു സമവായത്തിലേക്ക് എത്തണം എന്നുള്ളൊരു പൊതുവികാരം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPI കൂടി തയ്യാറാകുന്നു. CPM അക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന നിലയിൽ ഇതിലൊരു മെല്ലെപ്പോക്ക് അക്കാര്യം നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. അത്തരമൊരു കോംപ്രമൈസ് ചർച്ചകളിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി ഇത് സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് CPM നേതൃത്വം എത്തുന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ധാരണയിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചകളിലേക്ക് വന്നത്. അതിനെ ഫൈനലൈസ് ചെയ്യണം, ഏത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഇരു പാർട്ടികളുടെയും നേതാക്കൾ കടക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് എന്തായാലും ഇത് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോകില്ല. അതിന് പകരം ഇതിനൊരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചും ഫയലുകളൊക്കെ നൽകുന്നത് വളരെ വൈകിയായിരിക്കും നൽകുക. അത്തരം നടപടികളിലേക്കാണ് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഇരു പാർട്ടികളും ചേരിതിരിഞ്ഞ് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഇരു പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ AKG സെന്ററിൽ ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വൈകുന്നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ LDF CPMന്റെ മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഒരു അനുരഞ്ജനം എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി CPM നിലപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനും ഇനി വരുന്ന LDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്താനും ഈ കാര്യത്തിൽ ഈ പദ്ധതിയുടെ കാര്യത്തിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് സംബന്ധിച്ച് വിശദമായ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, തീരുമാനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം AKG സെന്ററിലെത്തി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് വരികയാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു അന്തിമ രൂപം ഉണ്ടാക്കാനും പരിഹാരത്തിന് അന്തിമ രൂപം ഉണ്ടാക്കാനും അദ്ദേഹം വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബിനോയ് വിശ്വത്തിന്റെ കൂടിക്കാഴ്ച നടക്കട്ടെ.